ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫ്രഷ് മോർണിംഗ് ആണ്. ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്ന് ചെയ്ത് കൂട്ടിയൊരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി. കുറേ ദിവസങ്ങൾക്ക് ശേഷം, അതായത് പ്രഗ്നൻസി ജേണി ആഫ്റ്റർ 10 months എന്ന് തന്നെ പറയാം, അത്രയും ടൈമുകൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മുഖത്തൊന്ന് ശരിക്കും നോക്കണത്. അതുകൊണ്ട് തന്നെ കുറേ രോമവും അതുപോലെ മുഖത്ത് ഭയങ്കര പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ കെയർ ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നേ ദിവസം ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മുഖത്തിനായാലും ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു മെൻ്റലി ആയാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ എപ്പോഴും നമുക്കും വേണ്ടി ജീവിക്കണമല്ലോ. ഏതായാലും അന്ന് ഞാൻ മൊത്തത്തിലൊരു അടിപൊളിയായിട്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സസൊക്കെ നമുക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ വാഷ് ചെയ്ത് കൊടുന്ന് തരും. അപ്പോൾ കൊടുന്ന് തരുമ്പോൾ നമ്മളത് മടക്കി വെക്കണം. നമ്മൾ ഡ്രസ്സ് മടക്കി വെക്കേണ്ടത് നമ്മളെ കടമയാണല്ലോ. അപ്പോൾ അത് മടക്കി വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് ആ ദിവസത്തെ എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അത് ബാസ്ക്കറ്റിലാക്കിയിട്ട്, വേറെ ബാസ്ക്കറ്റ് ഉണ്ടാവും, അതിലിട്ടാൽ മതി. അതിട്ടിട്ട് പുറത്ത് കൊണ്ടുപോയി വെക്കണം. അത് പിന്നെ ഓരങ്ങനെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യുക. ഡ്രൈ ആയാലും നമുക്ക് കൊണ്ടുവന്ന് തരും ചെയ്യും. അന്നാണെങ്കിൽ ചിക്കൊക്കെ ജുമ്മക്ക് പോകാൻ നേരത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. രാത്രി എന്നെ ബേബി എണീക്കണോണ്ട് ക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ ലേറ്റായി കുറച്ച് എണീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ആ ടൈം ആയപ്പോൾ ഞാൻ ഓട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓട്സ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ചിക്കൊക്കെ ജുമ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഉറങ്ങി ചിക്കൊക്കെ ഒരു നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് നല്ല തേങ്ങാച്ചോറും ബീഫാട്ടോ. വന്ന് വെള്ളിയാഴ്ച തേങ്ങാച്ചോറും ബീഫാണ്. അത് കഴിഞ്ഞൊരു 3 മണി 3:30 ആയപ്പോഴത്തേക്കും നമുക്ക് ജ്യൂസ് വന്നു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും നമുക്ക് ചായയും സ്നാക്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോണ്ട് ബേബി എണീറ്റു. ഇപ്പയും കുട്ടിയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞൊരു 5:30 ആയപ്പോഴത്തേക്കും നമുക്ക് രാഗി കുറുക്കിയത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ കഴിച്ച് കഴിഞ്ഞ് ബേബിനൊന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് ഞാനും ബേബിയൊക്കെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.